ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററിക്കാർക്ക് ഓണപരീക്ഷയ്ക്ക് നിർബന്ധമായും ചോദിക്കാൻ ചാൻസ് ഉള്ള മാപ്പ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഭൂപട ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മാപ്പിൽ ഏതൊക്കെയാണ് ചാൻസ് ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെയാണ് നമുക്ക് മാപ്പ് വരിക കേട്ടോ. നമുക്ക് എക്സാമിന് തരുന്ന മാപ്പ് ഇതുപോലെ ആയിരിക്കും. കാരണം ഇവിടെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും എല്ലാം കൂടി ചേർന്ന് വരുന്നതുകൊണ്ടാണ് നമ്മുടെ മാപ്പ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് കേട്ടോ. ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് എന്ത് വരുന്നത്, നാളെ നമുക്ക് മാപ്പ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന്, അതായത് നമ്മുടെ ബ്രിക്സ് ബീഡ്സ് ആൻഡ് ബോൺസ് എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഹാരപ്പ എവിടെയാണെന്ന് നമുക്ക് ചോദിക്കാറുണ്ട്. ഹാരപ്പ കണ്ടോ, ഇതാണ് ഹാരപ്പ. എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്? ഹാരപ്പ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മോഹൻജദാരോ വളരെ പ്രധാനമുണ്ട്. ഈ ഒരു മാർക്ക് കണ്ടില്ലേ, എവിടെയാണ് മോഹൻജദാരോ വരുന്നത്? ഓക്കെ, അപ്പോൾ ഹാരപ്പ മുകളിലായിട്ട് കാണുന്നു, മോഹൻജദാരോ താഴെയായിട്ട് എവിടെയുണ്ട്. ഇനി അവിടെ നിന്ന് തന്നെ ബനവലി എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ബനവലി ഈ ഒരു പോർഷനിലാണ് ബനവലി വരുന്നത്. പിന്നെ കലീബംഗൻ ചോദിക്കാറുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ, ബനവലിയുടെ താഴെയായിട്ടാണ് കലീബംഗൻ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ചാൻഹുദാരോ. ഓക്കെ, ഇത് സി ആണ്, CHAN അങ്ങനെയാണ്. ചാൻഹുദാരോ എന്ന് പറയുന്നത് ഈ മോഹൻജദാരോയുടെ താഴെയായിട്ട് ഈ ഒരു പോർഷനിലാണ് എന്ത് വരുന്നത്, ചാൻഹുദാരോ വരുന്നത്. പിന്നെ അതിൻ്റെ താഴെയാണ് ധൊളവീര വരുന്നത്. ഓക്കെ, ധൊളവീര ഈ ഒരു പോയിന്റ് ആണ് എന്ത്, ധൊളവീര എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഒരു സംഭവമാണ് ഷോർത്തുഗായ് അങ്ങ് അഫ്ഗാനിസ്ഥാനിലായതുകൊണ്ടാണ് നമ്മൾ അങ്ങ് ടോപ്പിൽ അവിടെ വയ്ക്കുന്നത് കേട്ടോ. ഈ ഒരു ബോർഡർ, ഈ ഒരു പോർഷനിലാണ് എന്ത് വരുന്നത്, ഷോർത്തുഗായ് വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മാപ്പിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഹാരപ്പ, മോഹൻജദാരോ, ചാൻഹുദാരോ, ധൊളവീര, ബനവലി, കലീബംഗൻ, ഷോർത്തുഗായ്. അപ്പോൾ ഇത്രയും കൃത്യമായിട്ട് എല്ലാവരും മാർക്ക് ചെയ്ത് പഠിച്ചിട്ട് പോവാം. ഇനി നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത്തെ ചാപ്റ്ററിലെ മാപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഇത് പല എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ലുംബിനി എന്ന് പറയുന്നത് ഈ ഒരു ബോർഡറിലാണ് വരുന്നത്, നേപ്പാളുമായിട്ട്. അതായത് ലുംബിനി എന്ന് പറയുന്നത് നമ്മുടെ ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലമാണ് എന്ത്, ലുംബിനി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലുംബിനി നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്ത് നമ്മുടെ ബോധ്ഗയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ് ബോധ്ഗയ എന്ന് പറയുന്നത്. ഈ ബോധ്ഗയയിൽ വെച്ചിട്ടാണ് ബുദ്ധൻ എന്ത് ചെയ്യുന്നത്, ബോധോദയം ലഭിക്കുന്നത് ബോധ്ഗയയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് കേട്ടോ. ഇനി കുശിനഗരം എന്ന് പറയുന്നത് ബുദ്ധൻ മരിച്ച സ്ഥലമാണ്. ഓക്കെ, ബുദ്ധൻ നിർവ്വാണം അറ്റൈൻ ചെയ്ത സ്ഥലമാണ് നമുക്ക് ഈ ഒരു കുശിനഗരമായിട്ട് പറയുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. തൊട്ടിപ്പുറത്താണ് സാരനാഥ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? ബുദ്ധൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് പറഞ്ഞ സ്ഥലം അല്ലേ, സെർമൺ ഒക്കെ ഡെലിവർ ചെയ്ത സ്ഥലമാണ് സാരനാഥ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സ്ഥലങ്ങളും വളരെ നിർബന്ധമാണ്, എല്ലാവരും കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോവേണ്ടതുണ്ട് കേട്ടോ. ലുംബിനി, കുശിനഗരം, ബോധ്ഗയ, സാരനാഥ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അവിടെ നിന്ന് ചോദിക്കും, നമ്മുടെ സാഞ്ചി സ്തൂപമൊക്കെ അവിടെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സാഞ്ചി എവിടെയാണെന്ന് ചോദിക്കും. അത് സാഞ്ച് ഈ ഒരു പോർഷനിലാണ് എന്ത് വരുന്നത്, സാഞ്ചി വരുന്നത്. ഓക്കെ, അപ്പോൾ ലുംബിനി, കുശിനഗരം, സാരനാഥ്, ബോധ്ഗയ, സാഞ്ചി. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും നാലാമത്തെ ചാപ്റ്ററിൻ്റെയും 2 പാഠങ്ങളുടെയുമാണ് ഈ ഒരു മാപ്പ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാപ്പ് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ 2 തലസ്ഥാനങ്ങളുടെ പേരും പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5 പൊളിറ്റിക്കൽ സെൻറ്റേഴ്സിൻ്റെ പേരും അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സിൻ്റെ പേരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മാപ്പിന് ചോദിക്കുക. ഒന്നാമത് നോക്കിയ ടാക്സില അല്ലെങ്കിൽ തക്ഷശില എന്നാണ് മലയാളത്തിൽ പറയാം കേട്ടോ. ടാക്സില എന്ന് പറയുന്നത് നോക്കൂ, ഈ ടോപ്പ് പോർഷനിലാണ് എന്ത് വരുന്നത്, ടാക്സില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഓർക്കാൻ വേണ്ടിയിട്ട് ടാക്സില ടാക്സി പിടിച്ച് അങ്ങ് മുകളിലെത്തി എന്നുള്ള ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, ടാക്സില മുകളിൽ ടോപ്പ് പോർഷനാണ്, മറന്നു പോകരുത് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഉജ്ജായിനി. നല്ല രീതിയിൽ കാറ്റുണ്ട് കേട്ടോ, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ടാക്സിൽ നമ്മൾ കണ്ടു, ടോപ്പ് പോർഷനിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഉജ്ജായിനി എന്ന് പറയുന്നത് ഈ ഒരു ഗുജറാത്തിനോട് ചേർന്നല്ല, ഗുജറാത്തിന് അടുത്തായിട്ട് വരുന്നുണ്ട് ഉജ്ജായിനി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സുവർണഗിരി എന്ന് പറയുന്നത് ഏറ്റവും താഴെ കർണാടകത്തിലാണ്. അപ്പം താഴോട്ടാണ് സുവർണഗിരി എന്ന് പറയുന്നത്. ഓക്കെ, സുവർണഗിരി. ഇനി തോഷാലി ഉണ്ട്. തോഷാലി ഈ അറ്റത്താണ് എന്ത് വരുന്നത്, തോഷാലി വരുന്നത്. അപ്പോൾ ഇത്ര നിങ്ങൾ ക്ലിയർ ആണോ? ടാക്സിൽ മുകളിൽ വരുന്നുണ്ട്, ഉജ്ജായിനി ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട്, സുവർണഗിരി ഇങ്ങ് താഴെയാണ് സുവർണഗിരി, തോഷാലി ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത്, തോഷാലി വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ 2 തലസ്ഥാനങ്ങൾ കൂടി ഉണ്ടല്ലോ, അതായത്
പാട്ടലിപുത്ര രാജഗൃഹ എന്ന് പറയുന്നത്. ഓക്കെ, രാജഗൃഹയായിരുന്നു നമ്മുടെ മൗര്യ സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ തലസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ രാജഗൃഹ അതാ ഈ ഒരു പോർഷനിൽ തൊട്ട് മുകളിലായിട്ട് തന്നെയാണ് പാട്ടലിപുത്ര, സെക്കൻഡ് ക്യാപിറ്റലാണ് പാട്ടലിപുത്ര. ഓക്കെ, പാട്ടലിപുത്ര അത് മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ സെൻറ്റർ കൂടിയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ പാട്ടലിപുത്ര ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാട്ടലിപുത്രയും അതുപോലെ തന്നെ രാജഗൃഹയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള മാപ്പ് ചോദ്യങ്ങൾ. ടാക്സില, ഉജ്ജയിനി, സുവർണഗിരി, തോഷാലി, പാട്ടലിപുത്ര, രാജഗൃഹ. കൃത്യമായിട്ട് ഈ പോയിന്റ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് വരച്ച് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണപരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ചാൻസ് ഉള്ളതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. മീൻസ് മുൻവർഷത്തിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഏറ്റവും ചാൻസ് ഉള്ളത് ഈ ഒരു 3 പാഠത്തിൽ നിന്ന് ചോദിക്കാനാണ് കൂടുതലും ചാൻസ് ആയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ മാപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ 4 മാർക്കിൻ്റെ ചോദ്യമാണ്, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മാപ്പിൻ്റെ കാര്യം മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ബാക്കി തിയറി എല്ലാം പഠിച്ചിട്ട് പോകും, പക്ഷേ മാപ്പ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ 4 മാർക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് എല്ലാവരും വരച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. താങ്ക് യു.